slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. പ്രിയമുള്ളവരെ, ഇത് എന്ത് പീരാന്ത് എന്ന് അതിന് പറയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മുഴുപ്പിരാന്ത്, മൂച്ചിപ്പിരാന്ത് എന്നൊക്കെ പറയും. ആ തരത്തിലുള്ള ഒരു പ്രാന്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു പാട്ടുണ്ട്, ടപ്പാങ്കൂത്ത് പാട്ടുണ്ട്, ഒരു ഗാനം, അത് ഇതിൽ തന്നെ ആഡാണ്. അപ്പോൾ ആ ഗാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വെറുതെ ഒരു ചാടിക്കളി മാത്രമല്ലാതെ അതിലേക്ക് യൂട്യൂബ് നൽകുന്ന ഒരു മ്യൂസിക് ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മ്യൂസിക് ഹറാമ് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്ന സമയത്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ചും കൂടി ആ ചാടിക്കളി കാണാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലത് പറയാം. മുഴം പോട്ടെ മറിക്കൊടന്ത് കവത്തില് മാറ്റി പൊളിച്ച് പിസ്താസ് മാറ്റിറാ സോമാറി ജമാക്കിറായ പിസ്താസ് മാറ്റിറാ സോമാറി ജമാക്കിറായ സുർക്കറിക്ക മുഖമുഴം പോട്ടെ മറിക്കൊടന്ത് കവത്തില് മാറ്റി പൊളിച്ച് പിസ്താസ് മാറ്റിറാ സോമാറി ജമാക്കിറായ പിസ്താസ് മാറ്റിറാ സോമാറി ജമാക്കിറായ ടമാലേ ടമാ 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 ടമാലേ ടമാ ടനക്കന ടേ ഡസ്കന കന ടേ ടണ്ടനക ടനകന ടേ ഇത് ഒരു ജാറത്തിങ്ങയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജാറത്തിനുള്ളിലൊരു വലിയാണ് എന്നുള്ളതാണ് അവരുടെയൊക്കെ അവകാശവാദം. ആയിരിക്കാം, അത് നമ്മളല്ല എന്നും പറയുന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ വലിയല്ല, ഷെയ്ത്താൻ്റെ വലിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതുപോലെ അതൊരു മഹാനായിരുന്നു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം സിദ്ധിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായ ഒരു മനുഷ്യനായിരുന്നു എങ്കിൽ ഇതുപോലെ അവിടെ പോയിട്ട് ഈ ലഹരി ബാധിച്ചുകൊണ്ട് ഈ മാനസിക രോഗികളുടെ ഡില്ലാലങ്കടി പാട്ടും ഡാൻസോടെ നടക്കൂലായിരുന്നു. അത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് അള്ളാഹു ആദരവ് നൽകും, അള്ളാഹു സംരക്ഷണവും നൽകും. അത് മറ്റൊരു കാര്യം. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡില്ലാലങ്കടി എന്ന് പറഞ്ഞിട്ട് ഡപ്പാങ്കുത്ത് പാട്ടുവിട്ടും കൊണ്ട് ഒരു ചെങ്ങായി പച്ച ഒരു സൽവാറും കമ്മീസും ഒക്കെ ഇട്ടിട്ട് ഒരു വെള്ള തൊപ്പിയും വെച്ചുകൊണ്ട് ഒരു ഷാളും പോച്ചുകൊണ്ട് എന്നിട്ട് ഡില്ലാലങ്കടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡാൻസാണ്. ഇതെന്താണിത്? ഇത് സുന്നത്താ? ഇത് ഇബാദത്താ? ഇത് ഫർള സുന്നത്താ? ഇത് ജായിസ? ഇത് എവിടുന്നേ ഇവർക്ക് കിട്ടിയത്? ഇത് ഇസ്ലാമല്ല. ഇത് ഷിയായിസോ ബറേൽവീസോ ഒന്നുമല്ല. അവരുടെ ഇച്ഛക്ക് തോന്നുന്ന എന്തൊക്കെയോ കോപ്പറാട്ടികൾ കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ജാറത്തിലേക്ക് വിളിക്കുന്ന ആളുകളെ അള്ളാഹുവിലേക്ക് വിളിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വല്ലതും ഈ ജാഹിലീങ്ങൾക്കറിയുമോ? ഈ ജാഹിലീങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പടുജാഹിലുകൾക്കറിയുമോ? ജഹൽ മുറക്കബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെയൊക്കെ വളരെ മോശമായിക്കൊണ്ട് തെരുവാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളെ, നിങ്ങൾക്ക് ഇതിൻ്റെ വല്ല യാഥാർത്ഥ്യവും അറിയാമോ? ഈ കാണിക്കുന്ന ഈ വിവരക്കേട്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ, ഇത് ചെയ്യുന്ന നിങ്ങൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ പോയിട്ട് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ നിൽക്കേണ്ടി വരില്ലേ എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് മുജാഹിദ് ബാലുശ്ശേരി ഒരു അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വിഷയത്തിൽ പറയുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഞാൻ വളരെ വിനീതമായി ഇവിടുത്തെ EKAP സുന്നി വിഭാഗത്തിൽ ആരെങ്കിലും ഒന്നെങ്കിൽ ലൈവായിട്ട് ഇത് കേൾക്കുന്നുണ്ടാവും, ഇല്ലേ ഇൻഷാ അല്ലാഹ് നാളെ അത് റെക്കോർഡായിട്ട് കാണാൻ വിധിക്കപ്പെട്ടവരുണ്ടാവും, അല്ലെങ്കിൽ നേരിട്ട് കേൾക്കുന്നവരുണ്ടാവും. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ഉസ്താദാണ് അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പ്രസംഗിക്കാൻ വരുന്നത്? ഒരൊറ്റ ഉസ്താദിൻ്റെ പേര് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. EK സുന്നിയിലും AP സുന്നിയിലും പെട്ട ഒരൊറ്റ മനുഷ്യനെ, ഒരാലിമിനെ, റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഒരാലിമിനെ, ദർഗയിലേക്ക് ക്ഷണിക്കുന്ന ലക്ഷക്കണക്കിന് ആലിമുകളുണ്ട് നിങ്ങൾക്ക്, അത് ഞങ്ങൾക്കറിയാം. സീമടൂര് പടച്ചോനാന്ന് പറയുന്ന ആലിമുകൾ നിങ്ങൾക്കുണ്ട്, അതല്ല ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ അമ്പിയാക്കൾ നടത്തിയ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരൊറ്റ മനുഷ്യനെ
10 മിനിറ്റ് റബ്ബിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രസംഗം നിങ്ങൾ എനിക്ക് തന്നാൽ മതി. AP ഉസ്താദിന്റെ EK ഉസ്താദിൽപ്പെട്ടവരുടെയോ ഒരു പ്രസംഗം 10 മിനിറ്റ് ആകാശഭൂമികളുടെ തമ്പുരാനെ ഇടതടവില്ലാതെ അതിൻ്റെ ഇടക്ക് ഔലിയാനെ തിരികാതെ അള്ളാനെ പറ്റി 10 മിനിറ്റ് പ്രസംഗിച്ച ഒരു പ്രസംഗം കേരളത്തിന്റെ ചരിത്രത്തിൽ അള്ളാനെ പരിചയപ്പെടുത്താനല്ല. സുന്നത്തിയമായിട്ടുണ്ടായത് എന്തിനാ? സുന്നി പണ്ഡിതന്മാർ പറയുന്നത് മൊയ്തീൻ ഷൈഖിനെ ഉച്ചത്തിൽ വിളിക്കുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനാണ്. എന്തിനുണ്ടായത്? ഈ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായത് എന്തിനാണ്? മൊയ്തീൻ ഷൈഖിനെ ഉച്ചൈസ്തരം വിളിച്ച് ആരാധിക്കാനാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് എന്നൊരു മൊയ്ലിയാർ പ്രസംഗിച്ചതാ. ആ ക്ലിപ്പ് ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇട്ടതാണ്, നിങ്ങൾ കേട്ടതാണ്, കണ്ടതാണ്. എന്തിനാ സമസ്ത ഉണ്ടായത്? സൃഷ്ടികളെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനാണ്. അതേ നിങ്ങൾക്ക് ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. EKP സുന്നിക്ക് അതേ കഴിഞ്ഞിട്ടുള്ളൂ. പടച്ചോനാണോ വലുത് CM അടവൂരാണോ ചോദിച്ചു നോക്കിയേ. പടച്ചോൻ പിന്നല്ലേ 25 കൊല്ലം കുട്ടികളെ ചോദിച്ചിട്ട് അല്ല കൊടുത്തോ? CM അടവൂരല്ലേ ആമിനത്താത്താക്ക് കൊടുത്ത്? അബ്ദുസ്സമദ് സക്കാഫി അത് പ്രസംഗിച്ചല്ലോ, ഞങ്ങൾ കേട്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് തൽക്കാലം അള്ളാനെ വേണ്ട. ഈ കൗമിന്റെ അവസ്ഥ കേട്ടോ, ഇത് ഞാൻ വെറുതെ പറയണല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, ഇവിടുത്തെ AP സുന്നികളുടെ അവസ്ഥയാ എന്താ? നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ ഒരു ചങ്ങായി കേരളം മുഴുവൻ നടക്കണ്ടല്ലോ. ഓൻ എന്തിനാ നടക്കണത്? ഓൻ പെട്ടിയെടുക്കണത് എന്തിനാ? ഓൻ തുണിക്കുപ്പായ അയൻ ചെയ്യുന്ന എന്തിനാ? CM അടവൂരിനെ മുദബ്ബിറുലാലമാക്കാൻ. ഞാൻ ചോദിക്കുക, അതല്ലാത്ത എന്ത് പരിപാടിക്കാണോ ഓൻ ഇറങ്ങണത്? റസൂലിനെ പരിചയപ്പെടുത്താനാണോ? അള്ളാഹിനെ പരിചയപ്പെടുത്താനാണോ? അള്ളാഹിനോട് നന്ദി കാണിക്കണമെന്ന് പറയാനാണോ? അള്ളാഹുലേക്ക് മടങ്ങണമെന്ന് പറയാനാണോ? എന്തിനാണ്? നിങ്ങൾ പറഞ്ഞോളൂ. ലക്ഷക്കണക്കായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ ഒരാളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഒരാളെങ്കിലും? നിങ്ങൾ ചിന്തിച്ചു എന്തുകൊണ്ടുണ്ടായില്ല? നിങ്ങളെ വിഷയം അല്ലയല്ല, നിങ്ങളെ വിഷയം റസൂലല്ല, നിങ്ങളെ വിഷയം നിങ്ങളുടെ ആമാശയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആശയമല്ല. ആശയമില്ലാത്തവന് ആമാശയം വലുതായിരിക്കും. ആമാശയം വലുതായവന് പിന്നെ ആശയം ഉണ്ടാവില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനമായ കാര്യം. ഞാനിത് ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞ, വളരെ നല്ല രൂപത്തിൽ കാട്ടിക്കൂട്ടി ഞാൻ ദുനിയാവിൽ എനിക്ക് ആയുസ് അല്ല തരുന്ന കാലം അത്രയും ഞാൻ പറയും. ഒറ്റ പ്രാർത്ഥനയെ റബ്ബിനോട് നടത്താറുള്ളൂ. തൊണ്ടേന്ന് ഇങ്ങോട്ട് നാവ് കേടുരാണ്ടിക്കാൻ പടച്ചോനെ സഹായിക്കണേ. തലച്ചോറും ആർക്കും പണയപ്പെടുത്താതിരിക്കും. കയ്യോ കാലോ കൊഞ്ഞാൽ സാരല്ല, ഇരുന്നിട്ടെങ്കിലും മൈക്ക് കിടന്നിട്ടാണെങ്കിൽ തൊള്ളയിൽ ചെന്ന് അവിടുന്ന് പറയാലോ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഇവിടെ മുസ്ലിം സംഘടനകളില്ല.